വേർഡിലെ അടുത്ത ഓപ്ഷന് പേഴ്സണലൈസ് യുവർ കോപ്പി ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് യൂസർ നെയിമിൽ ഇവിടെ ABCD മുതൽ N വരെയുള്ള ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. ഈ പേര് അതുപോലെ തന്നെ ഇനീഷ്യൽ കൊടുത്തിട്ടുണ്ട്. ചില റിക്വയർമെൻറ്റുകളിൽ നമുക്ക് ഫീൽഡുകൾ ഇൻസെർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഈ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ വലിയ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, ബുക്ക് വർക്ക് ചെയ്യുക എന്നുള്ള സംഗതികളിൽ ഡോക്യുമെൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങളെ ക്വിക്ക് പാർട്സ് ആയിട്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്ന ആളുടെ ഓതറുടെ പേര് ഇടയ്ക്ക് ഇൻസെർട്ട് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിലാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഓതറിൻ്റെ ഫീൽഡ് എവിടെയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അവിടെ ക്വിക്ക് പാർട്സ് ഇവിടെ ഇൻസെർട്ട് ടാബിൽ ക്വിക്ക് പാർട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഫീൽഡ്സ് പ്രോപ്പർട്ടി എന്ന് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓതർ എന്ന് പറഞ്ഞ ഭാഗം, ഇവിടെ ഈ ഡോക്യുമെന്റ് തുറക്കുമ്പോൾ ഓതർ ഇനിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ ഈ ഡോക്യുമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ക്ലോസ് ചെയ്തിട്ട് തുറന്നിട്ട് വീണ്ടും നമ്മൾ ഇൻസെർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടിയിൽ ഓതറാണ് വരിക. എന്നാൽ ഞാൻ ഒരു പുതിയ ഡോക്യുമെന്റ് തുറന്നു. ഈ പുതിയ ഡോക്യുമെന്റ് തുറന്നു കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓപ്ഷൻ മാറ്റിയ ഭാഗമാണ് ഇതിൽ വർക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ഇതേ സംഗതി തന്നെ ഇൻസെർട്ടിൽ പോയി ക്വിക്ക് പാർട്സിൽ പോയിട്ട് ഡോക്യുമെന്റ് പ്രോപ്പർട്ടിയിൽ ഓതർ കൊടുത്തിട്ടുണ്ടെങ്കിൽ IABCDEFG എന്നുള്ളത് നമുക്ക് കിട്ടും. ഇതുപോലെ പേര് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് കൂടാതെ ഇൻസെർട്ടിൽ തന്നെ ക്വിക്ക് പാർട്സിൽ ഫീൽഡ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാറ്റഗറീസിൻ്റെ അടിയിൽ ഏറ്റവും താഴെ കാണുന്ന യൂസർ നെയിം, യൂസർ അഡ്രസ്സ് ആൻഡ് ഇനീഷ്യൽസ്, ഇത് യൂസർ നെയിമാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: അപ്പർ കേസ്, ലോവർ കേസ്, ഫസ്റ്റ് കേസ്, ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. കൊടുത്തപ്പോൾ അവിടെ ABCD A മാത്രം വലുതക്ഷരം ആയിക്കൊണ്ട് അങ്ങനെ വന്നിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഈ ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന ആളുടെ പേര് അല്ലെങ്കിൽ വിവരങ്ങൾ ഇൻസെർട്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ഉപയോഗം വരുന്നത്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ തന്നെ താഴെ കാണുന്ന മറ്റൊരു ഓപ്ഷനാണ് ചൂസ് ലാംഗ്വേജസ് യു വാണ്ട് ടു യൂസ് ഫ്രം ദ ലാംഗ്വേജ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ലാംഗ്വേജ് സെറ്റിംഗ്സ് 2007 എന്ന ഒരു ഡയലോഗാണ് ലഭിക്കുന്നത്. ഇതിൽ എഡിറ്റിംഗ് ലാംഗ്വേജസ് എന്ന ഭാഗത്ത് ഫസ്റ്റ് 2 കോളം കൊടുത്തിട്ടുണ്ട്. ഇതിൽ സെറ്റ് യുവർ എഡിറ്റിംഗ് ലാംഗ്വേജ് പ്രിഫറൻസസ് ഫോർ ഓൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രോഗ്രാംസ് എന്നുള്ള ഭാഗത്ത് അവൈലബിൾ എഡിറ്റിംഗ് ലാംഗ്വേജസ്, നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജസുകളാണ് ഈ കാണുന്നത്. എല്ലാ ലാംഗ്വേജസും, ലോകത്തിലെ എല്ലാ ലാംഗ്വേജസും ഇതിലുണ്ട്. ഇവിടെ നമ്മൾക്ക് ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനേബിൾഡ് എഡിറ്റിംഗ് ലാംഗ്വേജസ്, ഇത്തരം ലാംഗ്വേജുകളിൽ നമുക്ക് ഡോക്യുമെന്റ് എഡിറ്റിംഗ് നടത്താനായിട്ട് സാധിക്കും എന്നർത്ഥം. ഇതിൽ ചില ലാംഗ്വേജസിന്റെ ഏറ്റവും അറ്റത്ത് ലിമിറ്റഡ് സപ്പോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ വിവരണങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ലാംഗ്വേജസ് ലാബിൾഡ് വിത്ത് ലിമിറ്റഡ് സപ്പോർട്ട് റിക്വയർ അഡീഷണൽ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസും കുറേ അഡീഷണൽ സപ്പോർട്ടും ആവശ്യമായി വരും. അതായത് ഇതിൽ തന്നെ എഡിറ്റിംഗ് നടത്താനായിട്ട് ബൈ ഡിഫോൾട്ട് ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളതിലാണ് നമ്മൾ എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മലയാളം, കന്നഡ അതെല്ലാം ലിമിറ്റഡ് സപ്പോർട്ടാണുള്ളത്. ലിമിറ്റഡ് സപ്പോർട്ടായിട്ടുള്ളതിന് കുറച്ചുകൂടി സംഗതികൾ, കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആൻഡ് പ്ലഗിൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളതിലാണ്. നമുക്ക് ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വേർഡിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ നമ്മുടെ ഇതിൽ ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ സാധാരണ ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. നമുക്ക് മലയാളത്തിലേക്ക് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഹിന്ദിയോ തമിഴോ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും അഡീഷണൽ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ അങ്ങനെ വേണ്ടി വരുന്നില്ല. ഇതിനായിട്ട് നിങ്ങളുടെ ഈ കമ്പ്യൂട്ടറിൽ അഡീഷണൽ സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ആൾട്ട് കീ പിടിച്ചുകൊണ്ട് ഷിഫ്റ്റ് അമർത്തുക. ഇപ്പോൾ എന്നിട്ട് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ അഡീഷണൽ ലാംഗ്വേജ് ഉണ്ട് എന്നർത്ഥം. ഇല്ലെങ്കിലോ എങ്ങനെയാണ് കൂടുതൽ ലാംഗ്വേജസ് ഇൻസെർട്ട് ചെയ്യുക നോക്കാം. ഇതിനായിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പാനലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ഇവിടെ താഴെ വന്ന് റീജിയണൽ ആൻഡ് ലാംഗ്വേജ് ഓപ്ഷൻസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ വന്നതിന് ശേഷം ഇവിടെ വന്ന് കീബോർഡ് ആൻഡ് ലാംഗ്വേജസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേഞ്ച് കീബോർഡ്സ് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ
ആഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇംഗ്ലീഷ് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഡിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സൗദി അറേബ്യയിലെ അറബിക്ക്, ഇവിടെ നോക്കുക, അറബിക്ക് സൗദി അറേബ്യ. ഇതിൽ കീബോർഡിന്റെ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അറബിക്ക് 101, 102 SRT എന്നൊക്കെ കാണാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ഒരെണ്ണം 101. എത്ര കീബോർഡിന്റെ കീസ് ആണ് ഉദ്ദേശിക്കുന്നത്, 101 എന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് കാണാനായിട്ട് പ്രിവ്യൂ നോക്കി നോക്കാം. അപ്പോൾ അതിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം കീകളിലാണ് വന്നിരിക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഷാസ, യാബ, കമാനാത്ത, അതൊക്കെ. ഇതുപോലെ തന്നെ മലയാളം കൂടി നോക്കി നോക്കാം. ഇവിടെ നമ്മളിത് ആഡ് ചെയ്തു. ഇനി അടുത്ത ലാംഗ്വേജിലേക്ക് പോകാം. അടുത്ത ലാംഗ്വേജ് നമ്മുടെ മലയാളം, പ്രിയപ്പെട്ട മലയാളത്തിലേക്ക് പോകാം. ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് HIJKLM, ഇവിടെ മലയാളം ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതെല്ലാം മലയാളം കീബോർഡിൻ്റെ സംഗതികളാണ്. ഓക്കെ കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ അറബിക്കും ഉണ്ട്, മലയാളം ഉണ്ട്. MY എന്ന് പറഞ്ഞാൽ മലയാളം, IR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്ക്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെയും ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇതിൽ മലയാളവും അറബിക്കും എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾട്ട് പിടിച്ചുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കർസറിൻ്റെ തുമ്പത്ത് ഒരു ഫ്ലാഗ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാം. ഈ അവസരത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അറബിക്കാണ് വരുന്നത്. അറബിക്ക് പഠിച്ചവർക്ക് അറബിക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു തവണ കൂടി ആൾട്ട് പിടിച്ച് ടാബല്ല, ഷിഫ്റ്റ് കീ, ആൾട്ട് ഷിഫ്റ്റ് അടിച്ചു നോക്കുക. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അറബിക്ക് ആൻഡ് ആൾട്ട് ഷിഫ്റ്റ് മലയാളം. 3 ലാംഗ്വേജസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 3 ലാംഗ്വേജിലേക്ക് പോകാനായിട്ട് ആൾട്ട് പിടിച്ചുകൊണ്ട് ഷിഫ്റ്റ് കീ ആൾട്ട് ഷിഫ്റ്റ്. ഇപ്പോൾ ഇംഗ്ലീഷ്, ആൾട്ട് ഷിഫ്റ്റ് അറബിക്ക്, ആൾട്ട് ഷിഫ്റ്റ് മലയാളം. ഇതുപോലെ ഏത് ലാംഗ്വേജസ് നമുക്ക് ഇൻസർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.